പേടിച്ചോ? കാര്യം പറയടാ പുല്ലേ. മഹാന്റെ ഒരുക്കം കഴിഞ്ഞെങ്കിൽ എഴുന്നള്ളാമായിരുന്നു. നീ പോയിട്ടേ വലതും വെട്ടി വീഴുങ്ങ്, അപ്പോഴേക്ക് ഞാൻ വരാം. ഓക്കെ ബ്രോ. രേണുകാമ്മേ, രേണുക അമ്മേ. എന്താടാ ചെറുക്ക കാറിക്കൂവണേ? എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ? ആ ഇപ്പൊ കൊണ്ടുവരാം. അല്ല സിദ്ധു എവിടെ? അവിടെ പൊരിഞ്ഞൊരുക്കത്തില അമ്മയുടെ മോൻ. ഫസ്റ്റ് ഡേ അല്ലേ, ജൂനിയേഴ്സാണ് മോൻ്റെ ലക്ഷ്യം. ഒന്ന് പോടാ, അവൻ നിന്നെപ്പോലെ അല്ല എന്നെപ്പോലെയാണ്. ഓഹോ, പിന്നെ വലിയ പുള്ളി വന്നേക്കുന്നു. എൻ്റെ രേണുകാമേനെ വെറുപ്പിച്ച് കെട്ടിയ കഥ കുറേ കേട്ടതാ മോനെ. ഓ ഒന്ന് പോടാ, ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഓക്കെ, കഴിച്ചോട്ടെ. ആ കഴിക്ക്. ആ സിദ്ധു, നിന്റെ ഒരുക്കം കഴിഞ്ഞോ? ആ വേഗം കഴിച്ച് പോകാൻ നോക്ക്, രണ്ടും ലേറ്റ് ആക്കണ്ട. ആമേ. സിദ്ധു, സിത്തുമോളും ഇപ്പോൾ അവിടെയല്ലേ? അവളെയും കൊണ്ടയക്കോ. ഓഹ്, ഇനി ആ കൂതറനെ സഹിക്കണോ ഈശ്വര. നീ പോടാ മാക്രി. കൂതറ നിന്റെ ഓള് കീർത്തന. വല്ല പോക്കിത്തരോ ഒപ്പിച്ച് കാലെ വാരി നിലത്തടിക്കും, പറഞ്ഞില്ലെന്ന് വേണ്ടാട്ടാ. അങ്ങനെ മൂന്നാളും വേഗം ഫുഡൊക്കെ കഴിച്ച് കോളേജിലേക്ക് വിട്ടു. സിത്തു ഒരു ബൈക്കിൽ, കിച്ചു ഒറ്റയ്ക്കും. അല്ല മക്കളെ, ഇതാരാ എന്ന് വല്ലോ മനസ്സിലായോ? ഞാൻ കൃഷ്ണകുമാർ, എൻ്റെ ഭാര്യ രേണുക കൃഷ്ണ. മക്കൾ ദാണ്ടെ ഇപ്പം ഇവിടുന്ന് പോയത് സിദ്ധാർത്ഥ് കൃഷ്ണ, സിത്താര കൃഷ്ണ. പിന്നെ കിഷോർ വർമ്മ, അതെൻ്റെ അനിയൻ്റെ മകനാണ്. എൻ്റെ അനിയനും ഭാര്യയും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ഇപ്പോൾ അവൻ ഇവിടെയാണ്. ഇനി അവരെക്കുറിച്ച് നിങ്ങൾ വഴിയെ അറിയും. അച്ഛൻ തന്നെ മക്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണേ. അനു, ഇനി എൻ്റെ മോള് കരയരുത്. അത് അമ്മയ്ക്ക് വിഷമമാകും. എൻ്റെ മോള് നല്ല കുട്ടിയല്ലേ. ഇനി പഴയതൊന്നും ഓർക്കണ്ട, നല്ലോണം പഠിക്കുക. രാമച്ചൻ ഇടയ്ക്കൊക്കെ വരാട്ടോ. ശരി രാമച്ച, ഇനി പഴയ പോലെ ആകാൻ ഞാൻ. അമ്മയെ സങ്കടപ്പെടുത്തില്ല. എന്നാ എൻ്റെ മോൾ അങ്ങോട്ടേക്ക് പൊക്കോ. നാളെ മുതൽ കോളേജിൽ പോയി തുടങ്ങാം. ആ രാമച്ച. രാമച്ചനെ കെട്ടിപ്പിടിച്ച് പിന്നെ റൂമിലേക്ക് പോയി. അങ്ങനെ റൂമിൽ പോയി ഫ്രഷായി കഴിഞ്ഞതൊക്കെ ആലോചിച്ച് കിടന്നു. റൂമിൽ 2 പേരാണുള്ളത്, ദിയ, ഫാത്തിമ. ദിയ കോളേജിൽ പോയേക്കാണ്. ഉറക്കമുണർന്ന് നോക്കിയപ്പോൾ റൂമിൽ ദിയ എത്തിയിരുന്നു. അനുവിന് ആരാന്ന് ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നെ ദിയേനെ നോക്കി ചിരിച്ചുകൊണ്ട് എണീറ്റു. ആയ്, ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഹാ, ഞാൻ ദിയ ഫാത്തിമ. എന്താ ഇയാളുടെ പേര്? അനന്യ. ഇന്നെന്താ ലീവായത്, അതും ഫസ്റ്റ് ഡേ തന്നെ? ഏയ് ഒന്നുമില്ല. എന്നാ കുളിച്ചു വായോ, ചായ കുടിക്കാൻ പോകാം. ഫ്രഷായി വന്നതും രണ്ടാളും ചായ കുടിക്കാൻ പോയി. ദിയയ്ക്ക് അറിയുന്ന ഫ്രണ്ട്സിനെയൊക്കെ അനുവിന് പരിചയപ്പെടുത്തി ദിയ. അനു, നീ ഒട്ടും സംസാരിക്കുന്നില്ലല്ലോ. എന്നാ ശരി, ഞാൻ എൻ്റെ വീട്ടുകാരെ കുറിച്ച് പറയട്ടെ. ആ, ഉപ്പ, ഉമ്മ, 2 ഇക്കാക്കമാര്, അവരുടെ ഭാര്യമാരും 3 കുട്ടികളുമാണ് എൻ്റെ വീട്ടിലുള്ളത്. ആഹാ, ജോയിൻറ്റ് ഫാമിലി ആണല്ലോ. ആ, ഇക്കാക്കമാർ തമ്മിൽ നല്ല ബോണ്ടാണ്. ഇത്താത്തമാരും കട്ട ചങ്ക്സാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പടച്ചോൻ്റെ അനുഗ്രഹമാണെന്ന് എപ്പോഴും ഉപ്പ പറയും. അനുഗ്രഹം തന്നെയാണ് ഇത്രയും നല്ല കുടുംബം കിട്ടിയത്. ശത്രുക്കളായിട്ട് ജീവിക്കുന്നത് പോലെ ഒന്നും അല്ലല്ലോ. സമാധാനമാവില്ലേ എന്നും. എന്തൊക്കെയോ ചിന്തിച്ചോണ്ടാണ് അനു അത് പറഞ്ഞതെന്ന് ദിയ ശ്രദ്ധിച്ചിരുന്നു. വളരെ കുറച്ചു സമയം കൊണ്ട് തന്നെ ഇവർക്കിടയിൽ വലിയൊരു കൂട്ടുകെട്ട് സ്ഥാനം പിടിച്ചു. നൈറ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഇന്ന് കോളേജിലുണ്ടായതൊക്കെ ദിയ അനുവിനോട് പറഞ്ഞു കൊടുത്തു. റാഗിങ് ഇല്ലാതെ ദിയ ഇന്ന് രക്ഷപ്പെട്ടു. നാളേക്കുള്ളതൊക്കെ സെറ്റാക്കി 2 പേരും പുതിയൊരു പുലരിക്കായി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. രാവിലെ ആദ്യം ഉറക്കമുണർന്നത് അനുവായിരുന്നു. ദിയ നല്ല ഉറക്കമായോണ്ട് അനു അവളുടെ നീരാട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ ദിയനെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചു. ഒരു സിമ്പിൾ പിങ്ക് കളർ ടോപ്പും ഷാളും ഒരു സൈഡൊക്കെ പിൻ ചെയ്ത്, മുടി ജസ്റ്റ് പിൻ ചെയ്ത് നിവർത്തിയിട്ട്, കണ്ണുകളിൽ കറുപ്പ് ചായം പൂശി,
മുഖത്ത് അധികം മിനുക്കുപണികൾ ഒന്നുമില്ലാതെ സിമ്പിളായാണ് അനു. സെയിം കളർ ഡ്രസ്സും സ്കാർഫ് ചുറ്റിയും ദിയ. രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കോളേജിലേക്ക് പോകാൻ റെഡിയായി. ഹോസ്റ്റലിൽ നിന്ന് നടക്കാനുള്ള വഴിയേ ഉള്ളൂ കോളേജിലേക്ക്. രണ്ടുപേരും രണ്ട് ചിന്തയിലാണ് നടക്കുന്നത്. ദിയ ഇന്നലെ റാഗിങ് ഇല്ലായിരുന്നല്ലോ, ഇന്നിനി ഉണ്ടാകുമോ എന്ന പേടിയിലും, അനു പുതിയ കോളേജും ഫ്രണ്ട്സും, ഇവിടെ താൻ ഹാപ്പി ആയിരിക്കുമോ, അങ്ങനെ മറ്റു പലതുമാണ് അവളുടെ ചിന്ത. ദിയ, എന്തേലും പ്രശ്നം ഉണ്ടാകുമോ? എന്തു പ്രശ്നം? എനിക്ക് പേടിയാവുന്നു. നിന്നെ അല്ലാതെ വേറെ ആരെ എനിക്ക് അറിയില്ലല്ലോ. റാഗിങ് വല്ലതും ഉണ്ടാകുമോ? ഓഹോ, എനിക്ക് പിന്നെ ഈ കോളേജിലെ പ്രിൻസി മുതൽ കഴിഞ്ഞ വർഷം പാസ്സായി പോയ എല്ലാവരും അറിയാലോ. എൻ്റെ പൊന്നനു, ഞാൻ നിന്നെപ്പോലെ ഫസ്റ്റ് ഇയർ അഡ്മിഷനാണ്. അതല്ലടോ. അനു നഖം കടിച്ചുകൊണ്ട് ദിയെ നോക്കിയതും, എൻ്റെ പൊന്നോ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? വെറുതെ ബാക്കിയുള്ളവരെ കൂടെ പേടിപ്പിക്കാതെ. ഇന്നലെ ഞാൻ വേറെ ഒരാളെ കൂടെ പരിചയപ്പെട്ടു, സിത്താര. സ്പോട്ടിൽ തന്നെ ഞങ്ങൾ ബോണ്ടായി. അവൾ നീയുമായി വേഗം സെറ്റാകും. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടാളും കോളേജിലെത്തി. ഗേറ്റ് എത്തിയതും അനു അവിടെ മൊത്തത്തിലൊന്ന് നിരീക്ഷിച്ചു. അങ്ങനെ എല്ലാം തരണം ചെയ്ത് പുതിയ ഒരു അധ്യായത്തിന് തുടക്കം കുറിക്കാൻ പോകാണ്. അനു ആരോടൊന്നില്ലാതെ പറഞ്ഞു. അത് കേട്ടതും ദിയ എന്താ തരണം ചെയ്തത് എന്ന് സംശയരൂപേണ ചോദിച്ചു. അത് 10ാം ക്ലാസ്, +1 +2 അതൊക്കെ. അത് വാ നടക്ക്. ആൽമര ചുവട്ടിൽ സീനിയേഴ്സ് ചിലരെയൊക്കെ ഇട്ട് വിരട്ടുന്നുണ്ട്. ഗേൾസ് ബോയ്സ് ഒക്കെയുണ്ട് റാഗിങ് ചെയ്യാൻ. ദിയയ്ക്ക് ഗേറ്റ് എത്തുന്നവരെ ഉണ്ടായിരുന്ന ധൈര്യമൊന്നും ഇപ്പം ഇല്ല. ചുറ്റും നിരീക്ഷിച്ചുകൊണ്ട് രണ്ടുപേരും ക്ലാസ് ലക്ഷ്യമിട്ടു. ഒരു കുളിർ കാറ്റ് അനുവിനെ തഴുകിപ്പോയി. ആ കാറ്റിൽ ലയിച്ചു ചേർന്നവൾ ഇരു കണ്ണുകളും അടച്ച് ആ കാറ്റിൻ്റെ ഈണം കാതോർത്തു. മുടിയും ഷാളും കാറ്റിൻ്റെ വേഗതയിൽ ആടിയുലഞ്ഞു. ഷാളിൽ ആരുടെയോ പിടി വീണതറിഞ്ഞ് അനു തിരിഞ്ഞു നോക്കി. അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞ് 3 പേരും കോളേജിലേക്ക് തിരിച്ചു. സിത്തുവിൻ്റെ വെറുപ്പീര് സഹിച്ച് കോളേജിൽ എങ്ങനെയൊക്കെയോ എത്തി. കോളേജ് ചെയർമാനാണ് സിദ്ധു. പ്രിൻസിയെ കാണാൻ പോകുമ്പോഴാണ് ഒരു ഇളം കാറ്റ് സിദ്ധുവിനെ തലോടിപ്പോയത്. ഒരു നിമിഷം കണ്ണടച്ച സിദ്ധുവിൻ്റെ മുഖത്ത് ഒരു ഷാൾ വന്നു പതിഞ്ഞു. കൈയുയർത്തി ഷാൾ കണ്ണിൽ നിന്ന് മാറ്റിയ സിദ്ധു ഒരു നിമിഷം പിടയ്ക്കുന്ന മാൻപേട മിഴികളിൽ ലയിച്ചുപോയി. അനു ഒരു വേള വെപ്രാളപ്പെട്ടവൾ അവൻ്റെ പൂച്ചക്കണ്ണിൽ നിന്ന് നോട്ടം മാറ്റി. അവൻ്റെ നോട്ടത്തിൽ ലയിച്ച് ഒരു നിമിഷം അനുവും അവൻ്റെ മിഴികളിൽ നോട്ടം പായിച്ചു. പെട്ടെന്ന് ബോധം വന്നതും വെപ്രാളപ്പെട്ടുകൊണ്ട് സിദ്ധുവിൻ്റെ കയ്യിലുള്ള ഷാൾ വലിച്ച് പോയപ്പോഴാണ് മൂപ്പർക്ക് ബോധം വന്നത്. സിദ്ധു ആ പെണ്ണിൻ്റെ കണ്ണുകളിൽ നോക്കി നിന്നതുകൊണ്ട് വേറെ ഒന്നും അറിഞ്ഞില്ല. എന്തോ കാന്തിക ശക്തി ഉള്ള പോലെ അവളുടെ കണ്ണിന്. അവളെ തന്നെ നോക്കി നിന്നു. അവൾ എന്ത് കരുതി കാണും എന്തോ. എന്താണ് മോനെ, ഒരു സ്വപ്നം കാണലൊക്കെ? എന്ത് സ്വപ്നം? ഞാനൊന്നും കണ്ടില്ല. ഓഹോഹോ, ഞാനൊന്നും പറഞ്ഞില്ലേ. സ്വപ്നം കണ്ട് നടന്ന് മൂക്കും കുത്തി വീഴുമ്പോൾ ഞാൻ ബാക്കി പറയാം. നീ ഒന്ന് മിണ്ടാതെ നടക്കൂ എൻ്റെ കിച്ചു. അവൻ്റെ ഒരു സ്വപ്നം. ഓഫീസിൽ പോയി പ്രിൻസിയെ കണ്ട് മരച്ചുവട്ടിലേക്ക് പോന്നു രണ്ടാളും. റാഗിങ് ഓവർ ആക്കരുത്, ശ്രദ്ധിക്കണമെന്ന് പറയാനാണ് പ്രിൻസിപ്പാൾ വിശ്വാനന്ദ സാർ വിളിപ്പിച്ചത്. എടാ അളിയാ, എപ്പോൾ ആൻറ്റി മോനെ? ഇപ്പോൾ ആൻറ്റി ഉള്ളൂ. ജൂനിയേഴ്സിനുള്ള വെയിറ്റിംഗ് ആണോ മോനെ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഇനി എന്താ പരിപാടി? പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഇരുന്ന് മൗത്ത് വാച്ചിങ് നടത്താം. എന്ന് വെച്ചാൽ വായി നോക്കാമെന്ന്. ഇന്നത്തെ വരവിൻ്റെ ഉദ്ദേശം തന്നെ രണ്ടിനും അതല്ലേ? ചെറിയ രീതിയിൽ അതുതന്നെ. പറ്റിയാ ഒന്നിനെ ഒപ്പിച്ചിട്ട് വേണം കെട്ടാൻ. ഞാനും നോക്കട്ടെ. കീർത്തിക്കൊന്ന് വിളിക്കണം. അയ്യോ എൻ്റെ പൊന്നു മോനെ, ചതിക്കല്ലേ. കിച്ചു കൈ കൂപ്പി പറഞ്ഞതും അരുണും സിദ്ധുവും അവനെ കളിയാക്കി ചിരിച്ചു. 2 പേർക്കും ഓരോ ഇടിയും കൊടുത്ത് കിച്ചു കൃതാപ്തനായി. 1ഉം 2ഉം പറഞ്ഞിരുന്ന് കുറച്ചു നേരം തള്ളി നീക്കി. ഇവരോട് സംസാരിക്കുന്നുണ്ടേലും സിദ്ധുവിൻ്റെ മനസ്സ് മുഴുവൻ ആ പിടയ്ക്കുന്ന മിഴികളിലായിരുന്നു.
സമയം കുറച്ചായതും മൂന്നാളും ക്ലാസ്സിലേക്ക് പോയി. ഡിഗ്രി തേർഡ് ഇയർ ആണിവർ. ടീച്ചേഴ്സും പ്രായമുള്ള മാഷുമാരുമാണ് ക്ലാസ്സിൽ. സകല ഗേൾസും വായി നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് ബ്ലഷായി ഇരിക്കുകയാണ്. ബോയ്സ് പിന്നെ അവരുടെ പണി നോക്കിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഏതൊക്കെയോ 2-3 പഠിപ്പിസ്റ്റുകൾ ഒഴിച്ച് ഒരു ഒറ്റ എണ്ണം പോലും ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. ഇത് 4th പീരീഡ് ആണേ. എടി, നിങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടാ? ഇല്ല. നീയോ? ഇല്ല. എന്നാൽ നമുക്ക് ക്യാൻറ്റീനിൽ പോയി കഴിക്കാം. ഓക്കെ, സെറ്റ്. അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ബെല്ലടിച്ചു. എൻ്റെ അമ്മോ, ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. എന്തൊരു വെറുപ്പിക്കലാണ് ഈ സാറ്. ഒരൊറ്റ ലുക്കന്മാരും ഇല്ല ഇവിടെ. നമ്മൾ എങ്ങനെ ഒരു കൊല്ലം തീർക്കുമാവോ? പടച്ചോനറിയാ. ദിയ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. വേഗം നടക്കെൻ്റെ സിദ്ധു. 4 പുറം ചെക്കന്മാരെ നോക്കി ആടിപ്പാടി നടക്കാണ് സിദ്ധു. ഒന്ന് പോടി, ഞാൻ നല്ല കളക്ഷൻസ് ഉണ്ടോന്ന് നോക്കട്ടേന്നേ. നീ ഒന്ന് വേഗം വന്നേ, ക്യാൻറ്റീൻ ഫുള്ളായി. വെയിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ, വിശപ്പിൻ്റെ വിളി വന്നു മോളെ. സിദ്ധുവിനെയും പിടിച്ചു വലിച്ച് ദിയ വേഗം നടന്നു. വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഫുഡ് കിട്ടി. ഫുഡ് കിട്ടിയാൽ പിന്നെ കളക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കഴിക്കൽ നല്ല തകർത്തോണ്ട് നടന്നു. എടി, വാ നമുക്ക് ആ മരച്ചോട്ടിലേക്ക് പോകാം. ആ വാ പോകാം, കുറെ മൊഞ്ചന്മാരുണ്ടടി. ഫുഡ് കഴിച്ച് ക്ലാസ്സിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് ഇവരുടെ സംസാരം. ഇവരെ സംസാരം കേട്ടാണ് എന്തൊക്കെയോ ചിന്തകളിൽ മുഴുകിയ അനു മരച്ചുവട്ടിലേക്ക് നോക്കുന്നത്. അവിടെ നിൽക്കുന്ന സിദ്ധുവിനെ കണ്ട് അവളുടെ ഹാർട്ട് DJ തുടങ്ങി. അറിയാതെ അവളുടെ കൈ നെഞ്ചിലൊന്ന് വെച്ചു. അനുവിൻ്റെ കൈയും പിടിച്ച് ദിയ സിദ്ധുവിൻ്റെ പിന്നാലെ പോയി. അപ്പോഴാണ് കുട്ടിക്ക് ബോധം വന്നത്. ഹലോ ഏട്ടാ. ആ എടി, നോക്കിയേ, നമ്മൾ രാവിലെ കണ്ട ചേട്ടൻ. ഇവനെങ്ങനെ സിദ്ധുവിനറിയാം? എനിക്കറിയില്ല. നമുക്ക് തിരിച്ചു പോയാലോ? ഒന്ന് പോടി, ബെല്ലടിക്കാൻ ഇനിയും ടൈമുണ്ട്. വെറുതെ അവിടെ പോയി ചടച്ചിരിക്കാനല്ലേ. നമുക്കിവിടെ കളക്ഷൻ നോക്കി ഇരിക്കാന്നേ. എന്താടി ആമയെ പോലെ നടക്കാതെ വേഗം ഇങ്ങോട്ട് വാ. സിദ്ധു പറഞ്ഞതും ദിയ അനുവിനെ വലിച്ച് ഒറ്റ ചാട്ടത്തിന് സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോയിരുന്നു. ചേട്ടാ, ഇതാണ് എൻ്റെ ന്യൂ ഫ്രണ്ട്സ്. ഇത് ദിയ, ഇത് അനു. ഇത് എൻ്റെ ഏട്ടന്മാര് സിദ്ധാർത്ഥ്, കിഷോർ. ഇത് ഇവരുടെ ഫ്രണ്ട് അരുണ്. സിദ്ധു 2 കൂട്ടരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി. കുറച്ച് സമയം കൊണ്ട് തന്നെ 6 പേരും നല്ല കട്ട കമ്പനിയായി. അനു പിന്നെ ചിന്തകളൊക്കെ ആട്ടിപ്പായച്ച് അവരുടെ കൂടെ ഹാപ്പി ആയിരുന്നു. അതുവരെ മനസ്സിലുണ്ടായിരുന്ന വിഷമങ്ങളെല്ലാം ഇവരുടെ പ്രസൻസിൽ ഇല്ലാണ്ടായത് ഓർത്ത് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു. എന്താ മോളെ, ഒരു ചിരിയൊക്കെ? ഒന്നുമില്ല ഏട്ടാ. അങ്ങനെ പറയല്ലേ, എന്തോ ഉണ്ട്. ഞാനും കുറച്ചായി ശ്രദ്ധിക്കുന്നു മോളെ. നീ കാര്യം പറ. അത് ഞാനിങ്ങനെ ഓരോന്നും ആലോചിച്ച് ചിരിച്ചതാ. എൻ്റെ പൊന്നോ. അതെ ഞാൻ ചോദിക്കണ്, എന്തോ ആലോചിക്കാൻ മാത്രം ഉള്ളത്? ഞങ്ങളോട് പറയും, ഞങ്ങളും ചിരിക്കട്ടെ എന്ന്. നിങ്ങളുടെ ഒക്കെ എടുത്ത് ഞാൻ എത്ര ഹാപ്പിയാണെന്ന് ഓർത്തതാ. രാമച്ചനോട് ഇനി പഴയതൊന്നും ഓർക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ഒന്നും മറക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. പാസ്റ്റ് എന്നും പാസ്റ്റാണു. അത് ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. പഴയതെന്തോ ആയിക്കോട്ടെ, ഇനി എന്നും ഹാപ്പി ആയിരിക്കണം. നിനക്കിപ്പോൾ ഞങ്ങളൊക്കെ ഇല്ലേ? ഞങ്ങൾ 3 ആളും നിന്റെ സ്വന്തം സഹോദരന്മാരാണ്. നിനക്ക് എങ്ങനെയൊക്കെ പറയാൻ അറിയോ? ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നേ. ഒന്ന് പൊടി മാക്രി എൻ്റെ കുട്ടിയോടെ കെട്ടിയോടെ തന്ത. പിന്നെ 1ഉം 2ഉം പറഞ്ഞ് അവർ പൊരിഞ്ഞടിയായി. ഇതൊക്കെ കണ്ട് അനു ചിരിച്ചു. സിദ്ധു കിച്ചു സഹോദരൻ എന്ന് പറഞ്ഞത് കേട്ട് എന്തോ പോലെയായി. അവൻ അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ സാഡ് മൂഡ് മാറ്റാനാണ് 2ഉം ഇരുന്ന് തല്ലുകൂടിയത് എന്ന് ബാക്കി ഒക്കത്തിന് മനസ്സിലായി. അനു അതോർത്തൊന്ന് പുഞ്ചിരിച്ചു. അനുവും സിദ്ധുവും അധികമൊന്നും സംസാരിച്ചില്ലേലും ബാക്കി എല്ലാവരും കമ്പനിയായി. എന്നാലും ഒട്ടും സംസാരിക്കുന്നുമില്ല. ബെല്ലടിക്കാനായതും സിദ്ധു ഒക്കത്തിനെ ആട്ടിവിട്ടു. എന്നിട്ട് ബാക്കി കുട്ടികളെയും ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം സിദ്ധുവും പോയി.